പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അരമണിക്കൂറായി നമ്മൾ ആരാധന ആരംഭിച്ചിട്ട് കർത്താവ് വെളിപ്പെടുത്തിയ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. ഇനിയും ഈ ശുശ്രൂഷയുടെ അവസാനം വീണ്ടും നമ്മൾ കുറച്ച് സമയമെടുത്തിട്ട് ഇപ്പോഴേ സമർപ്പിക്കാത്ത വിഷയങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ സമയമെല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ 5-6 സർവീസ് ടീം അംഗങ്ങളുടെ ടെക്നിക്കൽ സൈഡിലെല്ലാം അതുപോലെ തന്നെ ദൈവ സംഗീതത്തിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കണം, മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി, ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, അമ്മയുടെ മധ്യസ്ഥം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിലെല്ലാം ഉള്ളത് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളാണ്. പല പല കാര്യങ്ങൾ കൊണ്ട് ശരിക്കും അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ആ സമയമൊക്കെ കർത്താവിന് വല്ലാത്ത പ്രിയപ്പെട്ട സമയങ്ങളാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ശുശ്രൂഷയിൽ, അതായത് പ്രാർത്ഥിക്കാൻ, കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. അതാണ് നയമിലെ വിധവയുടെ മകൻ്റെ കഥ ഇന്നലെ പറഞ്ഞില്ലേ സംഭവങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:13 അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, അതായത് അവർക്ക് കരയാനേ പറ്റത്തുള്ളൂ. അവർക്കിനി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല, കരയാൻ മാത്രം പറ്റണ ഒരവസ്ഥ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിയാണ്ടിരിക്കത്തില്ല. കരയാനാണെങ്കിലും എന്ത് ചേഷ്ടയാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, അതാണ് ലൂക്ക 7:13 പറയണത്, പ്രാർത്ഥിക്കാതെ പോലും ഉള്ളിലെ ഹൃദയവിചാരം എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മതി. ഏതെങ്കിലും കാലത്ത് നീ ഒരു വിശ്വാസിയായി കാണും, ഏതെങ്കിലും കാലത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി കാണാം. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൻ്റെ പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് പൊങ്ങണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ കർത്താവ് നിൻ്റെ പഴയകാല കണ്ണുനീരെല്ലാം ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് നിൻ്റെ ആവശ്യത്തിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, ഇപ്പം കാനായിലെ കല്യാണത്തിന് സംഭവിക്കണം അത് തന്നെയാണ്. ആ കുടുംബനാഥൻ ഒരിക്കലും അമ്മയോട് ഞങ്ങൾക്ക് വീഞ്ഞില്ല, ഞങ്ങൾ നാണം കെടാൻ പോകുന്നുവെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവത്തെ, നിൻ്റെ ദൈവം അങ്ങനെയാണ്. നിൻ്റെ അവസ്ഥ പറയാനുള്ള അവസ്ഥ അറിവ് നിനക്കുണ്ടാവത്തില്ല. കാര്യം അവിടെ വീഞ്ഞ് തീർന്നു പോകാൻ പോകുന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകൾ എന്താണെന്നതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനോ അടയാളപ്പെടുത്താനോ നിനക്കറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ അമ്മ അവിടെ ഉണ്ടായാൽ മതി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2:1 പറയണത്. കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ദ മദർ ഓഫ് ജീസസ് വാസ് ദെയർ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 2:1 ശ്രുതികട ഹല്ലേലൂയ. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്, ദുരന്തങ്ങൾ, രോഗങ്ങൾ എന്താണ്, സാമ്പത്തിക തകർച്ച എന്താണ് എന്ന് വീട്ടുകാരന് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം എന്താ, അമ്മ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. കാര്യം അമ്മയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ പറ്റും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കത്തില്ലേ, വരാൻ പോകുന്ന കാര്യങ്ങൾ അവനെ അറിയാമായിരുന്നു, അവൻ നിങ്ങളെ അറിയിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ മാർഗം? ഒന്നെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടെ ഉണ്ടാകണം. ഏറ്റവും സാങ്കേതികമായ കാര്യങ്ങളെ കുറച്ച് വരണത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മ നിറയണ ഒരു സാഹചര്യം ഉണ്ടാകണത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്നാ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. 2:17 നടപടി പുസ്തകം എന്താ പറയണത്? നടപടി പുസ്തകം 2:17 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായ യേശുക്രിസ്തു നാമത്തിൽ
സ്നാനമെടുക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നല്ലേ പറയണത്, അല്ലേ? ഇപ്പോൾ 2:38 പരിശുദ്ധാത്മാവിന് നടപടി പുസ്തകം 2:38 നമുക്ക് റെഫർ ചെയ്യാം. അതായത് പരിശുദ്ധാത്മാവിന് ഒരു കുടുംബത്തിന് ലഭിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുടുംബത്തിന് പശ്ചാത്താപം ഉണ്ടാകണം. പക്ഷെ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ദൈവസ്നേഹം നിറഞ്ഞാലേ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദൈവസ്നേഹം നിറയുകയെന്ന് വെച്ചാൽ അപ്പന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ദൈവസ്നേഹമില്ല, അമ്മയ്ക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മകന് ദൈവസ്നേഹമില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുടുംബങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അതിനെല്ലാത്തേം പറ്റുന്ന ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളിൽ എല്ലാവർക്കും ആർക്കെങ്കിലും ആധ്യാത്മികമായ ശൈത്യങ്ങളുണ്ടായി ആധ്യാത്മിക യോഗ്യത ഇല്ലെങ്കിലും ഇഫ് ദർ ഇസ് മദർ, അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സന്ധിപ്പുണ്ടാവും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് നമ്മൾക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു പവർ കട്ട് സമയത്തുള്ള ഇൻവേർട്ടർ പോലെയുള്ള വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും ഇൻവേർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോഴേ എൻ്റെ മക്കളൊരു പരിപാടി ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നണം. ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കുടുംബമാണിത് എന്ന് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബങ്ങളില്ലേ. കാര്യം എന്താ, മക്കളുടെ കല്യാണം വരുമ്പോൾ ഉടനെ ദൈവത്തിന് പ്രാർത്ഥന, കെട്ടിച്ചു വിട്ടവർക്ക് മക്കളില്ലെങ്കിൽ അപ്പൻ്റെ പ്രാർത്ഥന. അതാണ് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് തോന്നണം സമ്പത്തുള്ള കുടുംബമാണ്, അല്ലേ? സമ്പത്തുള്ള കുടുംബം. ദൈവ തിരുസന്നിധി സമ്പന്നരാകണമെന്ന് പറയത്തില്ലേ? 12:21 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21. ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അത് സുവിശേഷത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. എന്താണ്? ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അതാണ് വിശുദ്ധ ലൂക്ക 12:21. ഇത് ഒരു ആധ്യാത്മിക ലക്ഷ്യമാക്കി മാറ്റണം. എന്താണെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി സ്വത്തുകാരായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളോടും സുവിശേഷവിഹിതമായി ഇടപെടാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി എന്നാണ്. ഞാൻ കാവാലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. ഞാൻ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുവൈറ്റിലേക്ക് അണ്ടർ എമോയിച്ചിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഞാനതിൽ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്കത് പാസ്സാവാനായിട്ട് പറ്റിയില്ല. എക്സാം ഫെയിലായി പോയി. അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു,
നീ എന്തായാലും അറ്റൻഡ് ചെയ്തതല്ലേ, ഫെയിലായല്ലോ, അപ്പോൾ എന്തായാലും ഇനി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നീ ഉറപ്പായിട്ട് നീ പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് ആദ്യമൊന്നും ഉടമ്പടി എടുക്കാൻ അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. കാര്യം വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നെക്കൊണ്ടത് തുടർന്ന് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ അമ്മ പറയുമ്പോൾ ഞാനത് എടുക്കാമെന്ന് പറഞ്ഞ് തള്ളി വിടുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ജനുവരിയിൽ എക്സാം കഴിഞ്ഞു. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടേ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു 4 മാസം കഴിഞ്ഞപ്പം അവർ അടുത്ത ഇൻ്റർവ്യൂ വിളിക്കുക. ഇതിന് 2 ദിവസം മുന്നേ അമ്മ എന്നോട് പറഞ്ഞു, മാതാവ് എന്നോട് പറയുന്നുണ്ട് അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ട് എന്ന് മാതാവ് എന്നോട് പറയുന്നുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അമ്മ എന്നോട് ഇത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഏജൻറ്റ് എന്നെ വിളിക്കുന്നത്, അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉടമ്പടി എടുത്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ 2024 ഏപ്രിൽ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അന്നേരം തന്നെ ഇവിടെ എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചു. അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു മാതാവിൻ്റെ. അതുകൊണ്ട് പിന്നെ ഉടമ്പടി കാശ് രൂപമൊക്കെ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. 11-ാം തീയതി ഏപ്രിൽ 11-ാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം. അപ്പോൾ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ മാത്രമേ ഇൻ്റർവ്യൂയിലേക്ക് സെലക്ട് ആവുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനെ ഉറക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് തൈലമൊക്കെ പുരട്ടി നെറ്റിയിൽ കുരിശൊക്കെ വരച്ചിട്ട് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് എക്സാം. അപ്പോൾ ആദ്യം ജനുവരിയിൽ അറ്റൻഡ് ചെയ്ത എക്സാം ഭയങ്കര പാടായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അതുപോലെയല്ലായിരുന്നു രണ്ടാമത്തെ എക്സാം. ഭയങ്കര ഈസി ആയിരുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമെന്ന്. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്കാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എക്സാം പാസ്സായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നോർത്ത് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എനിക്ക് എങ്ങനെ കുവൈറ്റിൽ നിന്ന് അവർ ഡയറക്റ്റ് വന്ന് ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ കുവൈറ്റുകളാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. എനിക്ക് അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ എങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എനിക്ക് അവർ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിട്ടാണ് ഞാൻ പോയത്. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അതിൻ്റെ വാതിക്കൽ ഇരിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് കയറാൻ പോലും പേടിയായിരുന്നു. അത്ര ടെൻഷനായിട്ടാണ് ഞാൻ അതിൻ്റെ വാതിക്കൽ ഇരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ടഫാണ് ഇൻ്റർവ്യൂ, അവർ ഭയങ്കര ചൂടാണ്, ആൾക്കാർ ഭയങ്കര റഫായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര പാടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ കയറി. എനിക്കറിയില്ല എവിടെ നിന്നാണ് എനിക്ക് അവരോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര നന്നായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാത്തിനും തന്നെ ആൻസർ പറയാൻ എനിക്ക് പറ്റി. പക്ഷേ എനിക്ക് എൻ്റെ ലാംഗ്വേജ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര കഴിവില്ല എന്നവർക്ക് മനസ്സിലായി. പക്ഷേ അവർ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവരെൻ്റെ അടുത്ത് ചോദിച്ചു 3 മാസം സമയം തരാം, 3 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് നല്ല പോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, ഉറപ്പ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പ് തരാം, ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ ഇവിടുന്ന് ലോക്കറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. 3-4 ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ 2 പേരുടെയും കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് പിടിച്ചിട്ട് ഇൻ്റർവ്യൂവിന് കയറിയാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നു. ആ മാസം, അതായത് ഏപ്രിൽ മാസം അവസാനം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ജോലി ഓക്കെ ആയി, ജോലി ഉറപ്പായെന്ന് അറിഞ്ഞു. അവർ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ഇനി ജൂലൈ ആയപ്പോഴത്തേക്കിനാണ് എനിക്ക് വിസ വന്നത്. അപ്പം 2 മാസം താമസിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട്, എൻ്റെ വിസ എന്താ മാതാവെ താമസിക്കുന്നത്, എൻ്റെ വിസ തന്നതിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ജൂലൈ ആയപ്പോൾ എനിക്ക് വിസ വന്നു. അപ്പം ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻറ്റ് പറഞ്ഞു എന്നാൽ ഓക്കെ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ, കാര്യം ഇനിയിപ്പം വലിയ താമസമൊന്നുമില്ല, അതുകൊണ്ട് റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും റിസൈൻ ചെയ്തു. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കലിന് അവർ ഡേറ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് തന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മെഡിക്കലിന് പോയി. മെഡിക്കൽ അവിടെ ചെന്ന് എടുത്തു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലമൊക്കെ പുരട്ടി നെഞ്ചിലൊക്കെ എല്ലായിടം പുരട്ടി കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ മെഡിക്കൽ ഫെയിലായിപ്പോയി. അവരെന്നോട് പറഞ്ഞത് എൻ്റെ ചെസ്റ്റ് എക്സ്റേക്കകത്ത് മാർക്കിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ
അത് നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും. അല്ലെങ്കിൽ കുഞ്ഞിലെ വല്ല കപക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ വന്ന് റിപ്പീറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് പാസ്സായി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹിച്ചൊരു ജോലിയായിരുന്നു. കാര്യം എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം. എൻ്റെ അപ്പൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അപ്പം ഞാൻ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണല്ലോ, എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി. ഒരാഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെന്നു. അവർ വീണ്ടും എക്സ്റേ എടുത്തു. അപ്പോഴും എന്നോട് പറഞ്ഞു ആ സെയിം പാട് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്നെ അവരുടെ തന്നെ സ്കാനിങ് സെൻറ്ററിലേക്ക് വിട്ടു. ഞാൻ അവിടെ പോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് അവരുടെ കൊടുത്തു. അവരെന്നോട് പറഞ്ഞു നാളെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പിറ്റേ ദിവസം ആരാധനയൊക്കെ ഉണ്ട് ചൊവ്വാഴ്ച. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു റിസൾട്ട് ആയിട്ടില്ല, പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരാധനയിൽ പങ്കെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം, മാതാവേ ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആരാധന കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞു 1:30 ഉച്ചയ്ക്ക് ഇറങ്ങി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു CT സ്കാനിലും പ്രശ്നം കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഫിറ്റാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഡോക്ടറിന് അയച്ചു കൊടുത്തു. സാറ് പറഞ്ഞു ഇതിനകത്തൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ അവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞത് പ്രശ്നമുണ്ട്, ഫിറ്റാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഏജൻസിയിലും അയച്ചു കൊടുത്തു. അവരും പറയുന്നുണ്ട് യാതൊരു പ്രശ്നവും ഈ റിപ്പോർട്ടിലില്ല, ഒരു പ്രശ്നവും ഇല്ല, അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നേരിട്ട് ചെന്നു. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല, അവർ ഫിറ്റാക്കി തരത്തില്ല എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത മെഡിക്കലിന് പോയി. അത് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു. മലപ്പുറത്ത് പോയാൽ ഫിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തു. മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തപ്പോഴും അവിടെയും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ഫിറ്റ് ആവില്ല, എക്സ്റേയിൽ ഡോട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഫിറ്റ് ആവില്ല, മെഡിസിൻ തരാം, മെഡിസിൻ കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. ഞാനിപ്പം ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും മലപ്പുറത്ത് പോയി മെഡിസിൻ എടുത്തിട്ട്. മലപ്പുറത്ത് നിന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ വീണ്ടും അവർ പറഞ്ഞു ഇത് മാറത്തില്ല, ഇത് ഫിറ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല, കാര്യം ഈ പാട് മാറത്തില്ല, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അൺഫിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഇനി പോകാൻ പറ്റില്ല പുറത്ത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അൺഫിറ്റ് ആക്കരുത്, അപ്ലോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സമ്മതിച്ചു. അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഏജൻറ്റ് വീണ്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. വീണ്ടും ഞാൻ കോഴിക്കോട് പോയി ഇതുപോലെ തന്നെ സംഭവിക്കുക. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഫിറ്റ് ആവുകയില്ല, എക്സ്റേയിൽ ഡോട്ടുണ്ട്, ഒരിക്കലും ഫിറ്റ് ആവുകയില്ല അങ്ങനെ പറഞ്ഞു. എന്തായാലും തനിക്ക് പോകാൻ പറ്റുകയില്ല, ഈ എക്സ്റേ വെച്ച് തനിക്ക് ഒരിക്കലും പുറത്ത് പോകാൻ പറ്റുകയില്ല എന്ന് എന്നോട് അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ അടുത്ത് വീട്ടുകാരൊന്നും പറയുന്നില്ലെങ്കിലും നാട്ടുകാരൊക്കെ കുറേ കുറ്റം പറയുന്നുണ്ട്. നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, നീ പള്ളിയിൽ പാട്ട് പാടുന്നുണ്ട്. ഞാൻ കൊയറിലുള്ള ഞാനൊരു 15 വർഷമായിട്ട് ഈശോയ്ക്കും മാതാവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പാടിയിട്ട് എന്താ നിൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്തതെന്ന് ചോദിച്ച് കുറേ പേര് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കുറേ പേര് പറയുന്നു നല്ലതിന് വേണ്ടിയിട്ടാണ്, എന്തായാലും നീ രക്ഷപ്പെടും, നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനപ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കുവാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, മുറുക്ക് പിടിക്കുന്നുണ്ട് മാതാവിന്. അമ്മ എന്നോട് ചോദിക്കും നീ എന്താ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് കരച്ചിൽ വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ നമ്മൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക, ഉടമ്പടിയിലാണെങ്കിൽ മാതാവ് എന്തായാലും സാധിച്ചു തരും. എനിക്ക് ആ ഒരു മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മാതാവിൻ്റെ മുൻപിൽ വരുമ്പോഴത്തേക്കും എനിക്കറിയാതെ കരച്ചിൽ വരും. വീട്ടിലൊന്നും ഞാനങ്ങനെ കരയാറില്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കരയാറില്ല. കരഞ്ഞാലും ഞാൻ രാത്രി കിടക്കുമ്പം എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആരും കാണാതെ ആയിരിക്കും കരയുന്നത്. അങ്ങനെ ഒക്ടോബർ ആയപ്പം ഞാൻ ഒന്നും കൂടെ വീണ്ടും കോഴിക്കോട് പോയി മെഡിക്കൽ എടുത്തു. അവിടെ ചെന്നപ്പോഴും അവരെന്നോട് പറഞ്ഞു ഇല്ല പറ്റില്ല, എക്സ്റേ ഡോട്ടുണ്ട്, ഒരിക്കലും ഫിറ്റ് ആവത്തില്ല. ഇനി ഫിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പൈസ കൊടുത്താലും എൻ്റെ എക്സ്റേ വെച്ച് ഒരിക്കലും ഫിറ്റാക്കാൻ പറ്റത്തില്ല. വേറെ ഫിറ്റായ ഒരാളുടെ എക്സ്റേ എൻ്റെ എക്സ്റേയുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഫിറ്റാക്കി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാധിക്കാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പം ഒക്ടോബർ ആയപ്പോഴത്തേക്കും എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. 3 മാസത്തേക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുവാണ്. അപ്പോഴെല്ലാം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ദിവസവും പാടാൻ കയറുന്നുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് വിശ്വാസമുണ്ട് മാതാവ് എന്നെ കൈവിടത്തില്ല, എന്നെ എന്തായാലും മാതാവ് രക്ഷിക്കും, നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോഴെല്ലാം ഞാൻ തൈലം നെഞ്ചിൽ പുരട്ടി ഞാൻ കുരിശ് വരച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ്. പിന്നെ മാതാവിൻ്റെ ഉപ്പ് ചോറിനകത്താണേലും ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്, വെള്ളത്തിൽ ഉപ്പ് കലക്കി കുടിക്കുക. അങ്ങനെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ ഈ ഒരു നിയോഗം വെച്ചിട്ടാണ് പങ്കെടുത്തത്.
പക്ഷേ അതെല്ലാം കഴിഞ്ഞു. കുറേ നാളായിട്ട് എൻ്റെ വിസ വരുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിരിക്കേണ്ട, വിസ വരത്തില്ല. കാര്യം അടുത്ത ഇൻ്റർവ്യൂ ഇനി ഉണ്ടായാൽ മാത്രമേ നിൻ്റെ വിസ വരുള്ളൂ, വെറുതെ സമയം കളയണ്ട, അടുത്ത ജോലിക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും എന്നോട് ഇങ്ങനെ പറയും. അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, ഇല്ല വരും, ഞാൻ ഉടമ്പടിയിലാണല്ലോ, മാതാവിനെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 20-ാം തീയതി എൻ്റെ വിസ വന്നു. അത് കുറച്ച് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് 5-6 പേർക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ. അതിലൊരാൾ ഞാനാണ്. ബാക്കി ആർക്കും ഇതുപോലെ എന്നെപ്പോലെ എന്നെ റിന്യൂ ചെയ്യാൻ കൊടുത്ത ആർക്കും തന്നെ വിസ വന്നിട്ടില്ല. എനിക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് 3ാമത്തെ പുതുക്കൽ പുതുക്കിയായിരുന്നു ഉടമ്പടി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വിസ. അപ്പം എല്ലാ ഉടമ്പടിയിൽ ഞാൻ എല്ലാ പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ മാതാവിൻ്റെ എന്തെങ്കിലും, ഒന്നുമില്ല ചന്ദനത്തിരിയോ അല്ലെങ്കിൽ മുത്തുക്കുടയോ അല്ലെങ്കിൽ മെഴുകുതിരി എന്തെങ്കിലുമൊക്കെ പിടിക്കാനായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് ഈ പ്രാവശ്യം എന്നെ കൈവിട്ടോ. കാര്യം എൻ്റെ ഒരു കസിൻ, അവൾ ഇതുപോലെ എന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്ന് നിന്നിട്ട് ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ നിന്നപ്പോൾ അവൾക്ക് മാതാവിനെ കിട്ടിയേ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ അവൾ മാതാവിനെ കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം അവൾ IELTSൻ്റെ റിസൾട്ട് വന്നു, അവൾ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാതാവിനെ കിട്ടിയത് കാരണമാണ് ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വരുന്നത്. എനിക്ക് മാതാവിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല പിടിക്കാൻ. ഞാനപ്പോൾ അവിടെ ആ മാതാവിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഈ പ്രാവശ്യം എന്നെ കൈവിട്ടല്ലോ മാതാവേ, ഇത്രയും നാളും ഞാൻ വെറുതെ ആയല്ലോ നോക്കിയെന്ന്, എന്നെ കൈവിട്ടല്ലോ, എനിക്കൊന്നും തന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുതുക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും 20-ാം തീയതി എനിക്ക് വിസ വന്നു. വിസ വന്നു കഴിഞ്ഞ് 26-ാം തീയതി ആയപ്പോൾ അവർ എന്നോട് മെഡിക്കൽ എടുത്തോളാൻ പറഞ്ഞു. ഒരു തിങ്കളാഴ്ച 25-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, എനിക്ക് കൃപാസനത്തിൽ പോകണം. അപ്പോൾ എൻ്റെ ഏജൻറ്റ് ഭയങ്കര വിശ്വാസിയാണ് മാതാവ്, കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ആളോട് എന്ത് പറഞ്ഞാലും എനിക്ക് അതങ്ങനെ തന്നെ സാധിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കൃപാസനത്തിൽ പോകണം, കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ എന്നോടൊന്നും തന്നെ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് വിഷമമായി, അച്ഛൻ എന്താ എന്നോടൊന്നും പറയാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്റേ കാണിച്ചു. അച്ഛൻ എക്സ്റേ മേടിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു ശരിയാവും, ഈ പ്രാവശ്യം ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പാസ്സായി ഇരിക്കുവാണ്. അടുത്ത ദിവസമാണ് എൻ്റെ മെഡിക്കൽ. പക്ഷേ ഞാൻ പാസ്സായെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുക. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. അന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥന കൂടിയപ്പം കുരിശ് വരച്ച് തൈലം കൊണ്ട് ആ പേപ്പേഴ്സിലെല്ലാം എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ വിസയിലും എല്ലാം കുരിശ് വരച്ച് ഉപ്പെല്ലാം വെതറിയിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ മെഡിക്കൽ എടുത്തു. അവിടെ ഇരുന്ന ആൾക്കാർക്കും എല്ലാം ഞാൻ കുരിശ് നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് എല്ലാവർക്കും കുരിശ് വരച്ചൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ എക്സ്റേ ആയിരിക്കണേ എൻ്റെ എക്സ്റേക്ക് പകരം അവിടെ കൊണ്ടുവരുന്നത്, ഈ പ്രാവശ്യം എന്നെ കൈവിടരുത്, എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എക്സ്റേ എടുത്ത് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എക്സ്റേ കണ്ടു. പക്ഷേ എൻ്റെ എക്സ്റേ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഒരു സാധനം എൻ്റെ എക്സ്റേയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി അത് മാതാവിൻ്റെ എക്സ്റേ ആണ്, എൻ്റെ എക്സ്റേ അല്ല മാതാവിൻ്റെ എക്സ്റേ ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പം റിസൾട്ട് പറയുവാണ്. 3 മണി അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒന്ന് സൈറ്റിൽ കയറി നോക്കിയതാണ്. ഇതിന് മുന്നേയൊക്കെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് സൈറ്റിൽ കയറി നോക്കി. സൈറ്റിൽ കയറി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ ഉടമ്പടി ലൈവായിട്ട് ഇവിടെ ഞാൻ യൂട്യൂബിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാനിത് സൈറ്റിൽ കയറി നോക്കുന്നത്. സൈറ്റിൽ കയറി നോക്കി ഞാൻ എൻ്റെ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഫിറ്റെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഫിറ്റെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഫിറ്റായെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ ഇന്ന് തന്നെ വന്നേക്കാം, ഞാൻ നന്ദി പറയാൻ ഇന്ന് തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പുറപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് മെഡിക്കലിൻ്റെ ഇതെല്ലാം കിട്ടി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിനായിട്ട് അയച്ചു കൊടുത്തു. എനിക്ക് പോകുന്നതിന് 5 ലക്ഷം രൂപ ചിലവുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു. കാര്യം ആദ്യം വിസ വന്നപ്പം എല്ലാവരും കസിൻസൊക്കെ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇത്രയും ഡിലേ ആയത് കാരണം പിന്നെ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു. 5 ലക്ഷം രൂപ വേണം പോകാൻ, 1 രൂപ കയ്യിലെടുക്കാനില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കെല്ലാം മാതാവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം മാതാവ് അന്നേരം എന്തിനും സാധിച്ചു തരുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് പൈസ ഇതുവരെ റെഡി ആയിട്ടില്ല, മാതാവേ ഒരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചോദിക്കുന്നവരെല്ലാവരും തന്നെ ഒരു തടസ്സവും പറയുന്നില്ല, ഞാൻ തരാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ പൈസ എല്ലാം ശരിയായി. അത് ഇനിയിപ്പം സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു. ഇന്നലെയാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് പോവുകയാണ്, കുവൈറ്റിലേക്ക് പോവുകയാണ്. അപ്പം മാതാവിനും എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും.
പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക്, അതായത് ഡ്യൂട്ടിയുള്ള സമയത്തൊന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ലീവ് കിട്ടിയാലും ഞാൻ മടി പിടിച്ച് കിടക്കുമായിരുന്നു. ഒരു ദിവസമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിലും പോകുന്നുണ്ട്. അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഇപ്പോൾ കുരിശ് വരയ്ക്കാതെ കിടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളർച്ച കിട്ടി. കുമ്പസാരിക്കാൻ പറ്റി. രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.